ജപ്പാനിലെ ഒക്കിനോവ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും സെന്റനറിയൻസ് ആയിരിക്കും. അവർ 100 വയസ്സിന് മേലെ വരെ ജീവിക്കുന്നു. ഇതിന്റെ പിന്നില് എന്തെങ്കിലും സീക്രറ്റ്സ് ഉണ്ടോ എന്നറിയാനായിട്ട് ഹെക്ടർ ഗ്രാസിയ ആൻഡ് ഫ്രാൻസിസ് മെറാലസ് എന്ന 2 പേര് കുറച്ച് പഠനങ്ങളൊക്കെ നടത്തി. അതിലൂടെ അവർ മനസ്സിലാക്കിയ ഒക്കിനോവയിലെ ആളുകളുടെ ലൈഫ് സ്റ്റൈല്, അവർ ഫോളോ ചെയ്തു വന്നിരുന്ന കൺസെപ്റ്റ്സ്, ഇതൊക്കെയാണ് ഇക്കിഗൈ എന്ന ബുക്കില് ഈ 2 ഓതേഴ്സ് ഷെയർ ചെയ്തിട്ടുള്ളത്. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. 7 Japanese concepts from the book Ikigai. Number 1, Ikigai. ജാപ്പനീസിൽ ഇക്കിഗൈ എന്നാൽ ലൈഫ് ടു ബി വർത്ത് വൈൽ എന്നതാണ്. അതായത് ദ റീസൺ ഫോർ ബീയിങ്, ദ റീസൺ വി ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് എവറി ഡേ എന്നുമെല്ലാം പറയാം. എല്ലാവർക്കും ഇതുപോലെ ഒരു ഇക്കിഗൈ ഉണ്ടെന്നാണ് പറയുന്നത്. ചിലർ അവരുടെ ഇക്കിഗൈ എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ടാവും, ചിലർ അത് എന്താണെന്ന് കണ്ടെത്താനായിട്ട് ട്രൈ ചെയ്യുന്നുമുണ്ടാവും. നമ്മുടെ ഇക്കിഗൈ എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് വേഗം തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. നല്ല ക്ഷമയോടുകൂടി തന്നെ ഇരുന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ ഇക്കിഗൈ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ബുക്കിൽ ഒരു ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ട് യു ലവ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ, വാട്ട് ദ വേൾഡ് നീഡ്സ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഇക്കിഗൈ. നമ്മുടെ ഇക്കിഗൈ എന്താണെന്ന് ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ച് അത് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേ നല്ലൊരു ലൈഫ് സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടാവുന്നു. അത് മാത്രമല്ല നമ്മുടെ ലൈഫിന് ഒരു മീനിങ് ഉള്ള പോലെ തന്നെ തോന്നുന്നു. നമ്പർ 2, മൊവായ്, കണക്റ്റഡ് ഫോർ ലൈഫ്. ഒക്കിനാവയിലെ ആളുകളുടെ ഒരു കസ്റ്റമാണ് ലോക്കൽ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നത്. മൊവായ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഈ മൊവായ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് തന്നെ ആളുകൾ ഒത്തുകൂടിയിരുന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ സഹായം തേടാനും സഹായിക്കാനും എല്ലാമാണ്. ഈ മൊവായ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലെ എല്ലാ അംഗങ്ങളും ചെറിയൊരു മന്ത്ലി പേയ്മെന്റ് ചെയ്യുന്നു. ഈ കാശ് അവരുടെ ഡിന്നർ, പാർട്ടി, ഗെയിംസ് എന്നൊക്കെ കൂടുമ്പോഴുള്ള ചിലവുകൾക്കായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് കാശ് കൊടുക്കുകയും ചെയ്യുന്നു. ബേസിക്കലി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നൊരു ഫീൽ ഉണ്ടാക്കാനായിട്ട് ഈ മൊവായ് എന്ന ഗ്രൂപ്പിന് സാധിക്കുന്നു. ഇതൊരു തരം സെക്യൂരിറ്റി നൽകി ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടുന്നു. നമ്പർ 3, ഹറ ഹാച്ചിബു. ജപ്പാനില് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ ഓർ അതിനുശേഷമോ പറയാറുള്ള ഒരു വാക്കാണ് ഹറ ഹാച്ചിബു. അതിന്റെ അർത്ഥം ഫിൽ യുവർ ബെല്ലി ടു 80% എന്നതാണ്. ഒക്കിനാവയിലെ ആളുകൾ അവരവരുടെ വയറ് നിറയും വരെ കഴിക്കാറില്ല. ഒരു 80% ആകുമ്പോൾ തന്നെ അവർ കഴിക്കുന്നത് നിർത്തും. അതുമൂലം ഓവറായിട്ട് കഴിച്ച് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഡൈജസ്റ്റീവ് പ്രോസസ്സിലൂടെ ബോഡി വെയർ ഔട്ട് ആകാതിരിക്കാനായിട്ട് സാധിക്കുന്നു. ഈ 80% എന്ന് പറയുന്നത് അളന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ എപ്പോഴാണോ വയറ് നിറഞ്ഞു തുടങ്ങുന്നത് പോലെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നു. ഫുഡ് സെർവ് ചെയ്യുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ചെറിയ ചെറിയ പല പ്ലേറ്റ്സിലായിട്ടാണ് സെർവ് ചെയ്യുന്നത്. സോ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ എന്നൊരു ഫീല് തോന്നില്ല. പച്ചക്കറികൾ, തോഫു, സ്വീറ്റ് പൊട്ടറ്റോ എന്നിങ്ങനെ പല വെറൈറ്റീസിലുള്ള ഫുഡ് കഴിക്കുന്നു. നമ്പർ 4, ഗാൻബാരു. ജപ്പാനിലെ ആളുകളെ കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് ആണ് അവർ ഭയങ്കര ഡെഡിക്കേറ്റഡും ഹാർഡ് വർക്കിംഗ് ആണെന്നുമല്ല. ഇതിന് ജപ്പാനിലെ ആളുകളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്നാൽ ഈവൻ ദോ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയാലും അവർ വിചാരിക്കുന്ന അത്ര ഹാർഡ് വർക്ക് ചെയ്യാറില്ല. അതിനെ അവർ ഒരു ടാസ്കിൽ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഗാൻബാരു. ഈ ഗാൻബാരു എന്ന വാക്ക് ജാപ്പനീസ് ലെസൺസ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പഠിക്കുന്ന ഫസ്റ്റ് വാക്കാണ്. ഗാൻബാരു എന്നാൽ ടു പെർസിവിയർ എന്നാണ്, അഥവാ ടു സ്റ്റേ ഫേം ബൈ ഡൂയിങ് വൺസ് ബെസ്റ്റ് എന്നതാണ്. ഈ ഒരു പെർസിവറൻസ് അവരുടെ ഡേ ടു ഡേ ലൈഫിലെ എല്ലാ ആക്ടിവിറ്റീസിലും അവർ ഫോളോ ചെയ്യുന്നു. നമ്പർ 5, യുയിമാരു. ഒക്കിനാവയിലെ ആളുകൾ യുയിമാരു എന്ന കാര്യത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതായത് ആളുകൾ തമ്മിലുള്ള സ്ട്രോങ് കണക്ഷൻ ആണ് യുയിമാരു. അവർ മറ്റുള്ളവരെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്നു. പാടത്ത് പണി ചെയ്തും വീട് പണിയുമ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്തും മറ്റുള്ളവരുമായിട്ടുള്ള സോഷ്യൽ കണക്ഷൻ അവർ നല്ല സ്ട്രോങ് ആക്കുന്നു. നമ്പർ 6, വാബി സാബി. വാബി സാബി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കൺസെപ്റ്റ് ആണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബ്യൂട്ടി തേടുന്നതിന് പകരം ഏത് രീതിയിലും മാറ്റാൻ പറ്റുന്ന ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സൗന്ദര്യം ആസ്വദിക്കുക. അവർ ഒരു പൊട്ടിയ ചായക്കപ്പ് പോലും നല്ല വാല്യൂ ഉള്ള പോലെയായിട്ടാണ് കാണുന്നത്. നാച്ചുറൽ വേൾഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സാധിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ ഈ ഇംപെർഫെക്ഷൻ ഉള്ളിടത്താണ് ഗ്രോത്തും ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ളത് എന്ന് അവർ വിശ്വസിക്കുന്നു. അതാണ് വാബി സാബി. നമ്പർ 7, ഇച്ചിഗോ ഇച്ചിഇ. ഇച്ചിഗോ ഇച്ചിഗി എന്ന് പറയുന്നതും ജപ്പാനിലെ ഒരു മെയിൻ കൺസെപ്റ്റ് ആണ്. അതിനർത്ഥം ദിസ് മൊമെന്റ് എക്സിസ്റ്റ് ഓൺലി നൗ ആൻഡ് വോണ്ട് കം അഗൈൻ. ഈ വാചകങ്ങൾ അവരവരുടെ സോഷ്യൽ ഗ്യാതറിംഗ്സിന്റെ ഇടയിൽ ഒരു റിമൈൻഡർ ആയിട്ട് പറയാറുണ്ട്. ഫ്രണ്ട്സ്, ഫാമിലി,
ഫാമിലീസ് എല്ലാവരും കൂടുന്ന ആ ഒരു മൊമെന്റ് യൂണിക്കാണ്. സോ ആ ഒരു മൊമെന്റ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുക. പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ഓർത്ത് വറി ചെയ്യാതെ ലിവ് ഇൻ ദ മൊമെന്റ്. അതുകൊണ്ടാണ് നമ്മുടെ ഇക്കിഗൈ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഫോളോ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഒക്കിനാവയിലെ ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇക്കിഗൈ എന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ള 7 ജാപ്പനീസ് കൺസെപ്റ്റ്സ്. ഇക്കിഗൈ എന്ന ബുക്ക് നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ അത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. നമുക്ക് മറ്റൊരു ബുക്ക് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.